അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ വാല. പ്രിയപ്പെട്ടവരെ, നമ്മൾ അൻമദ് ഇസ്മലിന്റെ അൻ മുഹമ്മദ് ഈസസ് മെസഞ്ചർ എന്ന പുസ്തകം വായിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ആഴ്ചയോളമായി. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന അധ്യായം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം, നൂർ. ഈ നൂർ എന്ന കൺസെപ്റ്റ് എങ്ങനെയാണ് ആധ്യാത്മിക പാരമ്പര്യങ്ങളിൽ അല്ലെങ്കിൽ ആധ്യാത്മിക ഗുരുക്കന്മാർ അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആമുഖമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പുസ്തകത്തിന്റെ ഈ ടൈറ്റിലേക്ക് പ്രവേശിക്കാമെന്ന് കരുതാണ്. ഒന്നാമതായിട്ട് ഈ അടുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ സംബന്ധിച്ചിട്ട് ഒരു പഠനം പുറത്തു വന്നിട്ടുണ്ട്. ജോസഫ് ലംബാർഡാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പൊ ജോസഫ് ലംബാർഡ് ആർട്ടിക്കിളിന്റെ പേര് ഓൾ നോളജ് ഈസ് ലൈറ്റ് ഫ്രം ഹിസ് ലൈറ്റ് എന്നാണ് ആ ആർട്ടിക്കിളിന്റെ പേര്. അപ്പൊ ആ ആർട്ടിക്കിളിന്റെ തുടക്ക ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഹുസൈൻ നസറിനെ ഉദ്ധരിച്ചിട്ടാണ് പറയുന്നത്. ഹുസൈൻ നസറിന്റെ മുഹമ്മദ് മാൻ ഓഫ് ഗോഡ് എല്ലാവർക്കും സുപരിചിതമായ മോഡേൺ സീറയിൽപ്പെട്ട ഒരു പുസ്തകമാണ്. അപ്പൊ അതിൽ ഹുസൈൻ നസർ പറയുന്ന ഒരു നിരീക്ഷണം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ടൈറ്റിൽ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഷിമ്മലിന്റെ ഈ ഒരു പുസ്തകത്തിലെ പ്രധാനപ്പെട്ട എന്നാൽ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു അധ്യായം നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ലംബാർഡ് പറഞ്ഞ അല്ലെങ്കിൽ ലംബാർഡ് അദ്ദേഹത്തെ ഹുസൈൻ നസറിനെ ഉദ്ധരിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒരു നിരീക്ഷണം ഞാനും ഇവിടെ പങ്കുവയ്ക്കുകയാണ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പല രീതിയിലുള്ള സിഗറകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. പല വിധത്തിലുള്ള റസൂലിന്റെ ഷമാലിനെ കുറിച്ച്, റസൂലിന്റെ അൻവാറിനെ കുറിച്ച്, റസൂലിന്റെ മറ്റു പല ഫാക്ടറികളെ ആസ്പദമാക്കി അതിനെ പ്രമേയമാക്കി പല രീതിയിലുള്ള സീറകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സീറകൾ പ്രത്യേകിച്ച് മോഡേൺ വെസ്റ്റേൺ പരിസരത്ത്, ഇപ്പോൾ പാശ്ചാത്യ പരിസരത്ത് വന്നിട്ടുള്ള സീറകൾ പ്രധാനമായും റസൂലിനെ ഒരു മാനുഷികമായ റസൂലിന്റെ തലങ്ങളെ കൂടുതൽ ആയിട്ട് ചർച്ച അന്വേഷിക്കുന്ന കൃതികളാണ്, സീറകളാണ്. ആ സീറകൾ ഒരുപാട് എഴുതപ്പെടുകയും ആളുകൾ വായിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഹ്യൂമാനിറ്റേറിയൻ ആണ്. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള ഒരു പ്രവാചകൻ, സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള, അങ്ങനെ പല രീതിയിൽ റസൂലിനെ ഒരു അങ്ങനെ ഒരു വ്യക്തിയായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിനപ്പുറം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം എന്ന് ഈ പ്രൊലിഫറേഷൻ ഓഫ് ഇങ്ങനത്തെ കുറെ റൈറ്റിങ്സ് കാരണം പല ആളുകളും അങ്ങനെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ റസൂലിനെ പഠിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് ഹുസൈൻ നസർ പറയുന്നുണ്ട്. അപ്പോ ആ ഒരു അർത്ഥത്തിൽ ആണ് നമ്മൾ ഈ ടൈറ്റിലിനെ സമീപിക്കുന്നത്. അതായത് നമ്മൾ ചർച്ച ചെയ്യുന്നത് റസൂലിന്റെ നൂറിനെ കുറിച്ചാണ്. ഇതിൽ ആൻമരി ഷിമ്മൽ പറയുന്ന ഒരു കാര്യമുണ്ട്. റസൂലിന്റെ പ്രൊഫറ്റോളജി എന്ന നമ്മൾ മുൻകഴിഞ്ഞ ചർച്ചകളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പദമാണല്ലോ പ്രൊഫറ്റോളജി, പ്രവാചക പഠന ശാസ്ത്രശാഖ. അതില് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന കേന്ദ്ര പ്രമേയമല്ലാത്ത ഒന്നാണ് ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂർ എന്നുള്ളത്. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഒരു നൂറിനെ ഏത് അർത്ഥത്തിലാണ് നൂറിനെ സമീപിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് തരത്തിലുള്ള കോംപ്ലക്സിറ്റീസ് ഒക്കെ ഉണ്ടാവും എന്നതാണ് ഷിമ്മൽ ആദ്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഏതാണ് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്നും പറയുന്നത് പോലെ ഈ ലോകത്തിന് അല്ലെങ്കിൽ ഈ സൃഷ്ടി കാരണം അല്ലെങ്കിൽ ആദ്യ സൃഷ്ടിപ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണ്. നൂറ് മുഹമ്മദിൽ നിന്നാണ് എല്ലാ നൂറും, കുല്ലു ഷൈഇൻ മിൻ നൂരി, എല്ലാ ഈ ഭൂമിയും അതുപോലെ സർവ ഉണ്ടാക്കപ്പെട്ട എല്ലാ സംഗതികളും റസൂലിന്റെ നൂറിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യത്തെ സൃഷ്ടിപ്പ് റസൂലിന്റെ നൂറാണ്. അപ്പോൾ ഈ ഒരു നൂറിനെ എങ്ങനെയാണ് ഇസ്ലാമിക ആദർശങ്ങളിൽ അതിന്റെ ക്ലാസിക്കൽ ഖുർആൻ മുതൽ ഫോക്ലോറുകളിൽ വരെ എങ്ങനെയാണ് ഈ നൂറ് എന്നൊരു കൺസെപ്റ്റ് മനസ്സിലാക്കപ്പെടുകയും അത് ആവിഷ്കരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതെന്നാണ് ഈ
ചാപ്റ്ററിൽ ഉടനീളം ചർച്ച ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് ഒന്ന് രണ്ട് കുറച്ച് ലോങ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതുപോലെ ഒരുപാട് കവിതകളും ഒരുപാട് കളൊക്കെ നിറഞ്ഞ ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് ഒരുപാട് അങ്ങനത്തെ കവിതകൾ ഉദ്ധരിക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ടെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് ഇതിനെ പല സെഗ്മെന്റുകളായിട്ട് ചർച്ച ചെയ്യുന്ന കരുതാണ്. ഒന്നാമതായിട്ട് ഈ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ഷിംബിൽ പറയുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അക്കാലത്തെ റസൂലിന്റെ സ്വഹാബിയായിട്ടുള്ള കവി കൂടിയാണ്. അപ്പൊ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബദർ യുദ്ധ സമയത്ത് അതിന്റെ പശ്ചാത്തലപ്പെട്ട ഒരു കവിതയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബദർ എന്ന രീതിയിൽ, നൂറ് പ്രവഹിക്കുന്ന ബദർ എന്ന രീതിയിൽ, എന്ന രീതിയിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊരു സ്വഹാബിയുമാരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആദ്യകാലം മുതൽ തന്നെ ഇതിനൊരു എന്താ പറയാ ഒരു പോയറ്റിക്കൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ജീനിയോളജി നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതായത് ഒരുപക്ഷെ കാവ്യാത്മകമായി റസൂലിനെ നൂർ അല്ലെങ്കിൽ നൂറിനെ കുറിച്ച് സംസാരിക്കുന്നത് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. പക്ഷെ ഈ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് ഒരുപാട് പല രീതിയിലുള്ള കാവ്യ പാരമ്പര്യങ്ങളും ആധ്യാത്മിക എഴുത്തുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമല്ലോ. അപ്പൊ പല രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് പിന്നീട് ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ പലപ്പോഴും നുസ്രത്ത് അലി ഫതഹ് അലി ഖാന്റെ ഖവാലികളിൽ സ്ഥിരം ആളുകൾ കേൾക്കുന്ന ഒരു കവിതയാണ് നമീദാനം ചെ മൻസിൽ ബോധ് ഷബ്ജായക്ക് മൻബൂദം. നമീദാനം എന്ന കവിത. ഈ കവിതയാണ് ഷിമ്മല ആദ്യമായിട്ട് പുസ്തകത്തിന്റെ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ഉദ്ധരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ ഒരു മെറ്റാഫർ എന്ന നിലയിൽ സമീപിച്ചുകൊണ്ട് ഖുസ്രു നടത്തിയ ഒരു പരാമർശത്തെ കാണിച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിനെ പരാമർശിച്ചുകൊണ്ടാണ് ഷിമ്മൽ ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പൊ ഈ നമീദ അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുസ്രു മുഹമ്മദ് ശംഅ മഹ്ഫിൽ ബൂദ് ഷബ്ജായ മൻബൂദം എന്ന് പറയുന്നുണ്ട്. അത് ഈ കവിതയുടെ പിന്നിൽ ഒരു കഥയുണ്ട്. അത് ഞാൻ ചുരുക്കി പറയാം. അത് ഒന്നാമത് ഖുസ്രു നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്നത് പോലെ നിസാമുദ്ദീൻ അലിയുടെ ശിഷ്യനായിരുന്നു. നിസാമുദ്ദീൻ അന്ന് ഡൽഹിയിൽ നിസാമുദ്ദീൻ ഔലിയ ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു സൂഫി വര്യനായിരുന്നു ബു അലി ഖലന്ദർ. ഒരിക്കൽ ഖുസ്രുവിനോട് പറഞ്ഞു, ബു അലി ഖലന്ദർ എന്ന മഹാന്റെ വ്യാഴ്ചകളിലും ഒരു പ്രത്യേക ആത്മീയ സദസ്സ് നടക്കുന്നുണ്ട്. ആ സദസ്സിൽ നീയും പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ബു അലി ഖലന്ദർ ഖുസ്രു ബു അലി ഖലന്ദറിന്റെ അടുത്തേക്ക് പോകണം. അങ്ങനെ ഈ ഒരു പതിവ് തുടർന്നു പോന്നു. ഒരു ദിവസം ബു അലി ഖലന്ദർ അമീർ ഖുസ്രുവിനോട് പറഞ്ഞു, കഴിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സാന്നിധ്യമുള്ള ഒരു സദസ്സാണത്. അപ്പോ അതേപോലെ ഖലന്ദർ എന്നുള്ളത് പ്രധാനപ്പെട്ട അന്ന് ഡൽഹിയിൽ ജീവിച്ച പ്രധാനപ്പെട്ട സൂഫി വര്യൻ കൂടിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോ സൂഫിമാർ അവര് റസൂലിനോട് നേരിട്ട് ബന്ധമുള്ളവരും ഒരുപാട് ദർശനങ്ങളുള്ളവരാണല്ലോ. അപ്പോ ആ ഒരു പശ്ചാത്തലത്തിൽ ബു അലി ഖലന്ദർ പറഞ്ഞു, കഴിഞ്ഞ ദീവാനുൽ ആരിഫീൻ അല്ലെങ്കിൽ ഇവരുടെ മശായിഖന്മാരും അതുപോലെ റസൂലൊക്കെ ഈ മശായിഖന്മാരുടെ നേതാവായിട്ടുള്ള റസൂലൊക്കെ ഒരുമിച്ച് കൂടുന്ന ഈ സദസ്സില് തങ്ങളുടെ ഷെയ്ഖായിട്ടുള്ള തങ്ങളുടെ ഗുരുവായിട്ടുള്ള നിസാമുദ്ദീൻ ഔലിയെ ഞാൻ കണ്ടില്ല എന്ന് അവർ പറയുന്നുണ്ട്. ബു അലി ഖലന്ദർ ഷാ ഖുസ്രുവിനോട് പറയുന്നുണ്ട്. ഇത് കേട്ട് ഖുസ്രുവിന് ഭയങ്കര വിഷമം ഉണ്ടാകുന്ന ഖുസ്രു പിന്നെ നിസാമുദ്ദീൻ ഔലിയുടെ അടുത്തേക്ക് വരുന്നു. നിസാമുദ്ദീൻ ഔലിയ തന്റെ ശിഷ്യന്റെ ഉള്ളിലുള്ള ആ ഒരു ദുഃഖം മനസ്സിലാക്കുകയും ഇനി ബു അലി ഖലന്ദർ ഷാ എടുത്തു പോകുന്ന സമയത്ത് എനിക്കതൊന്ന് കാണിച്ചു തരുമോ? നിങ്ങൾ റസൂലിനെ കണ്ടു എന്ന് റസൂൽ പങ്കെടുത്ത സദസ്സിൽ ഗുരുവായിട്ടുള്ള നിസാമുദ്ദീൻ ഔലിയെ കണ്ടില്ല എന്ന് പറഞ്ഞല്ലോ, ആ ഒരു സദസ്സ് എനിക്ക് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു ദിവസം ബു അലി ഖലന്ദർ ഷായോട് ഉമർ ഖുസ്രു ഈ ഒരു കാര്യം സംസാരിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ ബു അലി ഖലന്ദർ ഷാ ഒരു പ്രത്യേക ഈ വ്യാഴാഴ്ചകളിലാണ് ഈ ഒരു സദസ്സ് നടക്കുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ആത്മീയമായിട്ടുള്ള ആ ഒരു എന്താ പറയാ ഒരു പവർ കൊണ്ട്, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ പങ്കെടുക്കുന്ന ആ ഒരു സദസ്സിലേക്ക് ആരെ കൊണ്ടുപോകുന്നുണ്ട്? ഖുസ്രുവെ കൊണ്ടുപോകുന്നുണ്ട്.
അങ്ങനെ ആ അദ്ദേഹം പോകുന്ന സമയത്ത് ഒരു വലിയൊരു സദസ്സാണ് കാണുന്നത്. ആ സദസ്സിന്റെ നടുവിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുന്നുണ്ട്. അതിന് ചുറ്റും എല്ലാ മശായിഖന്മാരും, ഒരുപാട് മശായിഖന്മാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഖുസ്റു ആരെ നോക്കുന്നു? നിസാമുദ്ദീൻ ഔലിയെ നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിസാമുദ്ദീൻ ഔലിയെ കാണില്ല. അങ്ങനെ ഖുസ്റു തന്നെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, എന്റെ ഷെയ്ഖ് എവിടെയാണ്? അങ്ങനെ റസൂൽ പറയുന്നു, ഇതിന്റെ മേലെ ഒരു സദസ്സുണ്ട്. അങ്ങനെ 6ഓളം സദസ്സിലേക്ക് പോയി. ഈ 6 സദസ്സിലും അതിന്റെ നേതൃത്വം കൊടുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. അതിലെ ഏറ്റവും വലിയ സദസ്സിൽ റസൂൽ അള്ളാഹ് തങ്ങളുടെ അടുത്തായിട്ട് നിസാമുദ്ദീൻ ഔലിയെ അമീർ ഖുസ്റു കാണുകയുണ്ടായി. അങ്ങനെ അമീർ ഖുസ്റുവിന് ദർശനം ഉണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെ ആശ്രയിച്ചിട്ടാണ് അമീർ ഖുസ്റു ഈ ഒരു കവിത എഴുതുന്നത്. അങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാബൈനൽ യഖ്ളതി വൻ നൗം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ കാണുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശംഅ മഹ്ഫിൽ എന്ന് പറയുകയും, അതായത് ഈ മെഴുകുതിരി വെളിച്ചം ഒരു സദസ്സിനെ, അല്ലെങ്കിൽ അന്ധകാരം നിറഞ്ഞൊരു സദസ്സിന്, അല്ലെങ്കിൽ ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് വെളിച്ചം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു മെഴുകുതിരിയെ പോലെ, അല്ലെങ്കിൽ മെഴുകുതിരിയുടെ വെളിച്ചം നടത്തിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നു എന്ന ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഖുസ്റു ഈ ഒരു മെറ്റഫർ, ഈ ഒരു വരി ഉപയോഗിക്കുന്നത്. ഈ ഒരു വരി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ കുറിച്ച് പറയുന്ന വിഷയത്തിൽ വലിയ തോതിൽ ഉദ്ധരിക്കപ്പെട്ട ഒന്നാണ്. ഷിംൽ ഇതിനെ പ്രത്യേകിച്ച് ഇതിന്റെ തുടക്കത്തിൽ എടുത്തു പറയുകയും ചെയ്യുന്നു. ഇനി ഈ ഒരു എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ നൂറിനെ കുറിച്ചുള്ള പരാമർശം എങ്ങനെയാണ് തഫ്സീറുകളിൽ ഉണ്ടായിട്ടുള്ളത്? തഫ്സീർ നമ്മൾ പറയുന്ന പോലെ തഫ്സീർ ഇഷാരി എന്നൊരു ഒരു തരത്തിലുള്ള തഫ്സീറുണ്ട്. അതായത് ഖുർആനിന്റെ ബാഹ്യമായിട്ടുള്ള അർത്ഥതലത്തിനപ്പുറത്തേക്ക് ഖുർആന്റെ ആന്തരികമായിട്ടുള്ള അർത്ഥങ്ങളെ കൂടി അന്വേഷിക്കുന്ന തഫ്സീറുകളാണ് തഫ്സീർ ഇഷാരി. അപ്പോൾ പ്രധാനമായിട്ടും ഷിംലി ഈ ഒരു ചാപ്റ്ററിൽ നിരന്തരം ഇബ്നു അറബി തങ്ങളുടെയും അതുപോലെ മുഖാത്തിൽ ബിൻ സുലൈമാൻ എന്നവരുടെയും തുടങ്ങിയിട്ടുള്ള പല ആളുകളുടെയും അതുപോലെ സഹൽ തുസ്തരി തങ്ങളുടെ തഫ്സീറൊക്കെ ഇതിൽ ഉദ്ധരിച്ചുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ കുറിച്ച് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ നൂറിനെ കുറിച്ച് സംസാരിച്ചതിൽ പെട്ട ഒരാളായിരുന്നു മുഖാത്തിൽ എന്നാണ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ മനോഹരമായിട്ടാണ് വർണ്ണിക്കുന്നത്. അപ്പൊ അതായത് അല്ലാഹു നൂറു സമാവാതി വൽ അർദി മസലു നൂരിഹി കമിഷ്കാത്ത് എന്ന ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മുഖാത്തിൽ എന്നവര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൂറിനെ പറയുന്നത്. അതിൽ പറയുന്നുണ്ട്, അല്ലാഹു നൂറു സമാവാതി വൽ അർദി, അല്ലാഹു തആലയാണ് ആകാശഭൂമികളുടെ നൂറ്. മസലു നൂരിഹി കമിഷ്കാത്ത്, അവന്റെ നൂറിന്റെ ഉപമ എന്നുള്ളത് ഒരു വിളക്കുമാടം പോലെയാണ്. ഫിഹ മിസ്ബാഹ്, അതിലുള്ളിൽ മിസ്ബാഹ് ഉണ്ട്. അപ്പോൾ ഇതുവരെയുള്ള പരമ്പരാഗത തഫ്സീറുകളിൽ ഈ മിഷ്കാത്ത്, മിസ്ബാഹ് എന്ന 2 പദങ്ങളെ കുറിച്ച് കാര്യമായിട്ടുള്ള വിശദമായിട്ടുള്ള വിവരണങ്ങൾ കുറവ് ഉണ്ടായിരുന്നില്ല. പക്ഷെ മുഖാത്തിൽ എന്നവർ ഈ ഒരു ആയത്തിനെ വിവരിക്കുന്ന സമയത്ത് പറയുന്നു, മിഷ്കാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു തആലയാണ്. ഫിഹ മിസ്ബാഹ്, ആ മിഷ്കാത്തിനകത്തുള്ള മിസ്ബാഹാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആ മിസ്ബാഹ്, ഈ മിസ്ബാഹ് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് ഈ മിസ്ബാഹ് എന്ന് സബ്സ്റ്റൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ശേഷമുള്ളതിനെ കൂടി ഇങ്ങനെ പറയുന്നത്. അൽ മിസ്ബാഹു ഫി സുജാജ അസുജാജു കന്നഹ കൗകബുൻ ദുർരിയുൻ തുടങ്ങിയിട്ട് ഇതൊരു നക്ഷത്രത്തെ പോലെ തോന്നിക്കുന്നു. ഒരു പരിശുദ്ധമായ ഒരു മരത്തിൽ നിന്ന് എണ്ണ സ്വീകരിച്ചുകൊണ്ട് കത്തിക്കൊണ്ടിരിക്കുന്ന. എന്നിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്, ലാ ഷർഖിയ്യത്തിൻ വലാ ഖുർബിയ്യ, പാശ്ചാത്യ പൗരസ്ത്യ ഭേദമന്യേ എന്നാണ് ഇതിന് മുഖാത്തിൽ കൊടുക്കുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ മിസ്ബാഹിനെ, ഈ വെളിച്ചം വിതറുന്ന സന്മാർഗം എന്ന വെളിച്ചത്തെ എത്തിക്കുന്ന ഈ മിഷ്കാത്തിനകത്തെ മിസ്ബാഹിനെ എന്തിന്റെ പരിധിയില്ല, പാശ്ചാത്യമെന്നോ പൗരസ്ത്യമെന്നോ ഒരു വ്യത്യാസമില്ലാത്ത സാർവലൗകികമായിട്ടുള്ള ഒരു വിജ്ഞാനം, സാർവലൗകികമായിട്ടുള്ള ഒരു പ്രകാശമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലകൊള്ളുന്നു എന്നാണ് മുഖാത്തിൽ. ആദ്യമായിട്ട് ഈ ഒരു മിസ്ബാഹ്, ഈ മിസ്ബാഹിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്നത് മുഖാത്തിലാണ്. അപ്പോ ആദ്യം ഇങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ട്, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖുർആനിന്റെ ആയത്തുകളുടെ ആന്തരികമായിട്ടുള്ള അർത്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
നിർവചിക്കുന്ന അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശദീകരിക്കാൻ ശ്രമിച്ചത് മുഖാത്തിലാണെന്ന് ഷിമ്മല് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിൽക്കാലത്ത് വന്നിട്ടുള്ള സഹലു തുസ്തിരി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറുകളിലും ഈ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. അതായത് സഹലു തുസ്തിരി തങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൃഷ്ടിപ്പ്. ആദ്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിപ്പ്. അതിനു മുമ്പ് ഒരു സൃഷ്ടിപ്പും ഇല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നൂറായിരുന്നു, അസാമാന്യമായൊരു നൂറായിരുന്നു. ആ നൂറ് 16 എണ്ണാൻ കഴിയാത്തത്ര വർഷത്തോളം അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിലായിട്ടുണ്ടായിരുന്ന ഒരു നൂറായിരുന്നു. ആ നൂർ പിന്നീട് ഒരു അമൂദിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് ഒരു ദാത്ത് എന്നൊക്കെ നമുക്ക് പറയാം. ദാത്ത് എന്നൊക്കെ പറഞ്ഞാലും മണ്ണ് എന്നൊക്കെ പറയുന്ന അർത്ഥത്തിലേക്ക് റസൂലിന്റെ ബാഹ്യമായിട്ടുള്ള അസ്തിത്വത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അത് ഉപയോഗിച്ചത്. അതിലേക്ക് കടക്കുകയും അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താകുകയും ചെയ്യുകയാണ്, ഈ ലോകത്തിലേക്ക് അവതരിക്കപ്പെടുകയും ചെയ്യുകയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണ് ആദ്യമായിട്ട് പടക്കപ്പെട്ടത്. ആ നൂറായിരുന്നു എല്ലാത്തിന്റെയും നിദാനം. ആ നൂറിന് എന്തുണ്ടാവുകയാണ്, ദാത്ത് ഉണ്ടാവുകയാണ് എന്ന് പറഞ്ഞിട്ട് സഹലു തുസ്തിരി തങ്ങൾ ഈ ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഖൽഖിനെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറായിരുന്നു ആദ്യത്തെ ക്രിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ തഫ്സീറിൽ പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സൂറത്തു നജ്മിനെ വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ ആയിട്ട് സംബന്ധിച്ച മിഅ്റാജിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളാണ് സൂറത്തുൽ നജ്മിനെ കുറിച്ചുള്ള പരമ്പരാഗത തഫ്സീറുകളിൽ കാണാൻ കഴിയുക. പക്ഷെ അതിൽ തുസ്തിരി തങ്ങൾ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് മുമ്പ്, മിഅ്റാജ് എന്ന് നമുക്ക് വളരെ ബാഹ്യമായിട്ട് പറയാൻ പറ്റുമെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ കണ്ട, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് അള്ളാഹുവിനായിട്ട് ഉണ്ടായിരുന്ന ബന്ധം അല്ലെങ്കിൽ തമ്മിലുള്ള ദർശനത്തെയാണ് ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സൂറത്തുൽ നജ്മിലെ ആയത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സഹലു തുസ്തിരി തങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു ചിന്തയാണ് പിന്നീട് പിൽക്കാലത്ത് വന്നിട്ടുള്ള തഫ്സീർ ഇഷാരി ഇതിലുണ്ടായിരുന്ന പ്രമുഖരായിട്ടുള്ള ഇബ്നു അറബി തങ്ങൾ, അതുപോലെ ഒരു ഇസ്ലാമിന്റെ ലേറ്റ് പോസ്റ്റ് ക്ലാസിക്കൽ ഏജിലേക്ക് വരികയാണെങ്കിൽ ഇബ്നു അജീബ തങ്ങൾ, ഇസ്മായിൽ ഹഖ് ബുർസവി തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഈ ഒരു ഇതിന്റെ ട്രഡീഷന്റെ അല്ലെങ്കിൽ ഈ ഒരു ഇഷാരി ട്രഡീഷന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന വിഷയത്തിൽ ഒരുപാട് വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും പറഞ്ഞിട്ടുള്ള ആളുകളാണ്. ഇബ്നു അറബി തങ്ങളിലേക്ക് വരികയാണെങ്കിലും ഇബ്നു അറബി തങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കുന്നിടത്ത് അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം നൂറിനെ നിരന്തരം എന്താക്കിയിട്ടുണ്ട്, ഈ നൂറാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. അതുപോലെ ഈ നൂറിലൂടെയാണ് മനുഷ്യന് സാൽവേഷൻ സാധ്യമാവുക. അതുപോലെ ഈ നൂറാണ് എല്ലാത്തിനും അടിസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇൻഡിക്കേഷൻസ് എന്തിലൂടെ തന്നെ, ഹദീസുകളിലൂടെ തന്നെ നൽകിയിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമായിട്ട് ഷെയ്മല് ചൂണ്ടിക്കാണിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ജഅൽ ഫീ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ ദുആ ചെയ്യാൻ പറയുന്ന സമയത്ത് പറയുന്ന ഒരു ഒന്നായിരുന്നു, അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ ഫീ ലിസാനി നൂറ ഫീ ബസ്വരി നൂറ. അതായത് എൻ്റെ ഹൃദയത്തിലും എൻ്റെ നാവിലും എൻ്റെ കണ്ണിലും എല്ലാത്തിലും നൂറ് കൊണ്ട് നിറയ്ക്കണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. അതെന്തായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു നൂറിനെ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു രീതിയായിരുന്നു എന്ന് ഷിമ്മല് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഷിമ്മല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ ഇബ്നു അറബി തങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന രീതിയിലാണ് പറയാൻ പോകുന്നത്. ഇബ്നു അറബി തങ്ങൾ പറയുന്നത് വെച്ചാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ് നമ്മുടെ ഉഖൂൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി, അർവാഹ്, അതുപോലെ അർവാഹ് എന്ന് പറഞ്ഞാൽ ആത്മാവ്, ദവാത്ത് നമ്മുടെ ഈ ഒരു സത്ത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിപൂർണമാകുന്നതും
ഉണ്ടാക്കപ്പെടുന്നതും എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിൽ നിന്നാണ്. അതിന്റെ ഒരു കൺക്ലൂഷനായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്ത് ഒന്നും തന്നെ ഇല്ല എന്തല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറും റൂഹും അല്ലാതെ എന്ന് പിന്നീട് ഇബ്നു അറബി തങ്ങൾ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഷിമ്മൽ ചർച്ച ചെയ്യുന്നത് പിൽക്കാലത്ത് വന്നിട്ടുള്ള ഒരുപാട് കവികൾ എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ചിട്ടുള്ളത് എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് ഷിമ്മലിന്റെ ഈ പുസ്തകത്തിൽ ചർച്ചകൾ മുന്നോട്ട് വന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഹല്ലാജിന്റെ സുഹൃത്തും സൂഫിയായിട്ടുള്ള ഷിബ്ലി റളിയല്ലാഹു അൻഹു. നമ്മള് മഖ്സൂസ് മൗലൂദിലൊക്കെ പൊതുവായിട്ട് ഓതുന്ന ഇന്ന ബൈത്തൻ അൻത സാകിനഹു ലൈസ മുഹ്താജൻ ലസ്സുറജി എന്ന് തുടങ്ങിയിട്ടുള്ള വരി ആസ്പദമാക്കിയിട്ടൊരു ചർച്ച വരുന്നുണ്ട്. അതിൽ ഷിബ്ലി റളിയല്ലാഹു അൻഹു മരണക്കിടക്കയിൽ വെച്ചിട്ട് ഈ ഒരു കവിതയായിരുന്നു പാടിയിട്ടുണ്ടായിരുന്നത്. അതായത് പൂർവ്വകാലത്തുള്ള സൂഫികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു നൂറിനെ ആ ഒരു നിലയ്ക്ക് പെർസീവ് ചെയ്തുകൊണ്ട് അവരുടെ ഇഷ്കിന്റെ തലങ്ങളെ ആ നിലയ്ക്കാണ് മനസ്സിലാക്കിയെന്നാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഹല്ലാജിന്റെ കിതാബു തവാസീൻ എന്ന ഒരു കിതാബിലും ഹല്ലാജ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിനെ കുറിച്ചാണ് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു ആദം നബി അലൈഹി എല്ലാ നൂറിനും മുമ്പ്, അതായത് നമ്മൾ എല്ലാ നൂറിനും മുമ്പ് ഉണ്ടായിരുന്ന നൂറാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ ഈ തഫ്സീർ ഇഷാരിയിൽ വന്നിട്ടുള്ള, അപ്പം നമ്മൾ ഇബ്നു അറബി തങ്ങളെ പറഞ്ഞു, സഹീഹ് തുസ്തരി തങ്ങളെ പറഞ്ഞു, ഹല്ലാജ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തുടങ്ങിയിട്ടുള്ള ആളുകളെ പരാമർശത്തിന് ശേഷം ഷിമ്മൽ അടുത്തതായിട്ട് ഈ പോപ്പുലർ വെനറേഷനിൽ എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് മനസ്സിലാക്കപ്പെട്ടത്, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവര് റൂമി മുതൽ ഹിന്ദുസ്ഥാനി കവികൾ, ഹോലിബ് വരെയുള്ള ഒരുപാട് കവികളുടെ കവിതകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് ഒരു മഹത്തായ സാന്നിധ്യമായിട്ട് വന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതില് റൂമിയുടെ ഒരു കവിത ഉദ്ധരിക്കുന്നുണ്ട്. അതിലിങ്ങനെയാണ് പറയുന്നത്: ഞങ്ങൾക്ക് എങ്ങനെയാണ് തെറ്റ് ചെയ്യാനാവുക? ഞങ്ങൾ അഹമ്മദിന്റെ പ്രകാശത്തിലാണല്ലോ. അതുപോലെ അതില് ഒരു സന്ദർഭത്തിൽ റൂമി പറയുന്നുണ്ട്, സ്വർഗത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിയായ ഇഷ്ടിനാൽ ഇതായിട്ടുള്ള ഒരു വ്യക്തി എന്താ പറയാ, നരകത്തിലേക്ക് ഇടുന്ന ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി നരകത്തിൽ അകപ്പെട്ടാൽ നരകം അയാളോട് പറയും, താങ്കളുടെ പ്രകാശം എന്റെ തീ കെടുത്തി കളഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ഒരു സംഗതി ഉടനീളം ഭൂമിയുടെ കവിതകളിൽ വന്നിട്ടുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ്. അതുപോലെ തന്നെ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒരു നൂറിനെ കുറിച്ച് സംസാരിച്ച ഒരാളാണ് ഹിന്ദുസ്ഥാനി കവി, ബംഗാളി ആധ്യാത്മിക കവിയായിട്ടുള്ള ഷെയ്ഖ് ചാന്ദ്. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു തആല കുൻ ഫയക്കുൻ എന്ന് പറഞ്ഞല്ലോ. ആ കുൻ ഫയക്കുനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാഫ് രണ്ട് അക്ഷരങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്ന് കാഫ്, നൂന്. കാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കലിമയാണ്, അതായത് ഷഹാദത്ത് കലിമയാണ്. നൂന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പല രീതിയിൽ വന്നിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നൂറിനെ കുറിച്ചുള്ള ഒരുപാട് ഇന്റർപ്രിട്ടേഷൻസിനെ കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് സിമ്പിൾ ഇതിന്റെ ഒരു കൺക്ലൂഷനിൽ പറയുന്നുണ്ട്, ഇവിടെ നമ്മൾ സഹീഹ് തുസ്തരി, ഹല്ലാജ്, ഇബ്നു അറബി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുടെ അധ്യാപനങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു അധ്യാപനവും ഈ ഒരു ഇന്റർപ്രിട്ടേഷനും എങ്ങനെയാണ് സുന്നി പണ്ഡിതന്മാർ അല്ലെങ്കിൽ സുന്നി വിശ്വാസികൾ ഇതിനെ മനസ്സിലാക്കുന്നത്, ഷീഈ സിദ്ധാന്തങ്ങളുമായിട്ട് ഇതിനോട് എത്രത്തോളം ബന്ധമുണ്ട്, അതുപോലെ ഹെലനിസ്റ്റിക്, നോസ്റ്റിക്, അതായത് സ്വാധീനങ്ങൾ എത്രത്തോളം ഉണ്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരമമായ സത്യമായിട്ട് കണ്ടിട്ട് റസൂലിനെ അതിമാനുഷികമായിട്ടുള്ള ഒരു രീതിയിലേക്ക് പറയുന്നതോടുകൂടി ഈ ഹെലനിസ്റ്റിക്, നോസ്റ്റിക്, അതിന്റെ ഇടയിലുള്ള ഒരു അതിർവരം ബന്ധാണ് തുടങ്ങിയിട്ടുള്ള ഒരു ചർച്ച പറയുന്നുണ്ട്. പക്ഷെ ഷിമ്മല് തന്നെ അതിൽ പറയുന്നത് എന്താ വെച്ചാലും അത്
ഒരുപാട് അത് സംബന്ധിയായിട്ട് ഒരുപാട് പഠനങ്ങളും ഗവേഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചുള്ള ഒരു സമ്പൂർണ്ണ ചിത്രം ഇപ്പോഴും എന്താണ് നമുക്ക് അവ്യക്തമായിട്ട് കിടക്കുകയാണെന്ന് പറയുന്നത്. ഇവിടെ വരുന്ന മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിലേക്ക് എത്താൻ സൂഫികൾ പറയാറുണ്ട് എല്ലാവരും ഹഖീഖത്ത് മുഹമ്മദീയ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മുഹമ്മദീയ യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയിലാണ് എല്ലാ ആളുകളും എല്ലാ മനുഷ്യരും എല്ലാ ആശിക്യങ്ങളും എന്ന് പറയാറുണ്ട്. അപ്പോ അള്ളാഹുവിനെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിനെ കരഗതമാക്കണമെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേണം, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ് നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതും അള്ളാഹുവിന്റെ മാരിഫത്ത് ലഭിക്കുന്നതും എന്ന് പറയാറുണ്ടല്ലോ. അതായത് ഇബ്നു അജീബ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ലാ യനാലു മാരിഫത്തുല്ലാഹി ഹത്താ യഅരിഫ സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ആദിമ നൂറിനെ മനസ്സിലാക്കാതെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല, അള്ളാഹുലേക്ക് വാസിലാകാൻ കഴിയില്ല എന്നൊരു സംഗതി പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു ഡിസ്കഷൻ ഷിമ്മൽ ഉന്നയിക്കുന്ന ഒരു ഡിസ്കഷൻ ഉണ്ട്. ഒരുപാട് സൂഫികൾ റാബിയത്തുൽ അദവിയെ പോലുള്ള ഒരുപാട് സൂഫികൾ എന്തുകൊണ്ട് അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ അധ്യാപനങ്ങളിൽ, അവരുടെ കവിതകളിൽ, അവരുടെ ശതഹാത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ എന്തുകൊണ്ട് റസൂൽ പരാമർശിക്കപ്പെടുന്നില്ല തുടങ്ങിയിട്ടുള്ള ഒരു ചർച്ച അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഡിസ്കഷൻ ഇതിൽ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരുപാട് സൂഫികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരാമർശിച്ചിട്ടില്ല എന്നുള്ള ഒരു സംഗതി അതിനൊരു ഡിസ്കഷൻ ആയിട്ട് എടുത്തിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഡിസ്കഷന്റെ ഒരു സാധ്യത അവിടെ വരുന്നില്ല. കാരണം അതിനെ അവർ ഒരർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ മാത്രമാണ് ഈ ഒരു വാസിലാകാൻ കഴിയില്ല, റസൂലിലൂടെയാണ് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയുക എന്ന ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞവരാണ്. അപ്പൊ അതിനെ ഒരു ഡിസ്കഷൻ ആക്കിയിട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്ന് ഷിമ്മൽ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് ഷിമ്മൽ പിന്നീട് അബൂ യസീദ് അൽ ബിസ്താമി തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഈ ഒരു സംഭവം പറയുന്നത്, ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് ഇമാം ഹുജ്വേരി തങ്ങളാണ്. അപ്പൊ അതില് അബൂ യസീദ് അൽ ബിസ്താമി തങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോ അബൂ യസീദ് അപ്പൊ അള്ളാഹു പറയാണ്, അബൂ യസീദെ, എന്റെ പ്രിയനായിട്ടുള്ള, എന്റെ ഹബീബായിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ നിന്റെ അഹംബോധത്തിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്നുകൊണ്ട് നീ നിന്റെ അഹംബോധത്തിൽ നിന്ന് വിമുക്തനാകണം. അവന്റെ കാലടിക്കീഴിലെ പൊടിമണ്ണ് നീ നിന്റെ കണ്ണുകളിൽ പൂശണം, അവനെ നിരന്തരം പിന്തുടരണം. അപ്പോ ഈ ഒരു സാധനം, ഈ ഒരു ഉദ്ധരണി ഉദ്ധരിച്ചുകൊണ്ട് ഷിമ്മൽ പറയുന്നത് ഇങ്ങനെ ഒരുപാട് ഡിസ്കഷൻസ് എന്തുകൊണ്ട് റസൂലിനെ കുറിച്ചുള്ള ഉദ്ധരണികളിലെ റസൂൽ അള്ളാഹുവിലേക്ക് എത്താനുള്ള അല്ലെങ്കിൽ അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള ഒരു ഇതായിട്ട് റസൂലിനെ പല സൂഫികളും പറഞ്ഞില്ല അല്ലെങ്കിൽ ഉദ്ധരിക്കപ്പെട്ടില്ല എന്നതിനെ ഒരു വലിയൊരു ഡിസ്കഷൻ ആക്കി എടുക്കേണ്ടതില്ല, മറിച്ച് അതിന്റെ ഒരു കൺക്ലൂഷൻ ഇങ്ങനെയാണെന്ന് ഷിമ്മൽ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നീട് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ഡിസ്കഷൻ വരുന്നത് വെച്ചാല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമായിട്ട് മാറുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രൈമോർഡിയൽ ആയിട്ടുള്ള ലൈറ്റ്, ഒരു നൂറ്, ആ നൂറിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ പേർഷ്യൻ, ടർക്കിഷ് തുടങ്ങിയിട്ടുള്ള ഇന്ത്യൻ ട്രഡീഷനുകളിൽ എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സിലാക്കപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ലൗലാക്ക ലമാ ഖലഖ്തുൽ അഫ്ലാഖ് എന്നൊരു ഇതുണ്ടല്ലോ. ഈ പ്രപഞ്ചമണ്ഡലത്തെ അങ്ങില്ലായിരുന്നെങ്കിൽ അങ്ങക്ക് വേണ്ടിയല്ലാതെ സൃഷ്ടിക്കുമായിരുന്നില്ല എന്നുള്ളൊരു ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഡിസ്കഷൻ പോകുന്നത്. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മൻസൻ എന്ന ഒരു കവി, അദ്ദേഹത്തിന്റെ മദലാപതി എന്ന ഇതിഹാസത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു കോസ്മിക് ട്രീ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ ഒരു കോസ്മിക് ട്രീ ആയിട്ട് മനസ്സിലാക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കോസ്മിക് ട്രീക്ക് ഒരുപാട് ശിഖരങ്ങൾ ഉണ്ടാവും. ആ ശിഖരങ്ങളിൽ നിന്നാണ് മുഴുവൻ മനുഷ്യരും ഉണ്ടാവുന്നത്, അതിൽ നിന്നാണ് ഈ ലോകത്തിന്റെ എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ ഒരു കവിത അല്ലെങ്കിൽ ഈ ഒരു ഇതിഹാസ കാവ്യത്തിൽ മൻസൻ എന്ന കവി ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ്
ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആദ്യമായിട്ട് ഒരു ഹദീസിലുണ്ടല്ലോ, ആദം നബി അലൈഹി സ്വലാം ആദം നബി അലൈഹി സ്വലാമിന്റെ സൃഷ്ടിപ്പിന് മുമ്പ് ഉണ്ടായിരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. റസൂൽ തന്നെ പറഞ്ഞിരുന്നു കുന്തു നബിയ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നബി ആയിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോ ഈ ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരേ സമയം എല്ലാ പ്രവാചകന്മാരിൽ ഉണ്ടായിരുന്ന ഒരു പ്രകാശത്തിന്റെ പ്രകാശമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രകാശത്തിന്റെ ഒരു അടിസ്ഥാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഭൗതികാർത്ഥത്തിൽ ഈ റിസാലത്തിന് അല്ലെങ്കിൽ അതിനെ പൂർത്തീകരിക്കുന്ന അന്തിമ പ്രവാചകൻ. അപ്പോൾ എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറിൽ നിന്ന് ഇപ്പോൾ ആദം നബി അലൈഹി സ്വലാമിനെ ഫഹനാമിൻ റൂഹിഹി എന്ന് പറഞ്ഞ സമയത്തൊക്കെ പറയുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ചൈതന്യത്തെ ആദം നബി അലൈഹി സ്വലാമിൽ ഉണ്ടായിരുന്നു, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ ഉണ്ടായിരുന്നു, നൂഹ് നബി അലൈഹി സ്വലാമിൽ ഉണ്ടായിരുന്നു, തുടങ്ങിയിട്ട് ഒരുപാട് സംഗതികൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ആദം നബി അലൈഹി സ്വലാം അത് തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾ, ഒരുപാട് നബിമാർ, ഈ നബിമാരുടെ എല്ലാവരുടെയും ദാത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു അസ്തിത്വത്തിന്റെ പ്രധാന ഭാഗമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവുകയും അതിന്റെ ഒരു പൂർത്തീകരണം എന്ന രീതിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ പ്രവാചകനായിട്ട് അവതീർണമാകുകയും ചെയ്യുന്നുണ്ട്. ജാമി ഒരു കവിതയിലൂടെ ഒരു ലോങ് ആയിട്ടുള്ള കവിതയാണ്. ആ കവിതയിൽ ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട്, ആദം നബി അലൈഹി സ്വലാമിന്റെ നെറ്റിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് ആദം നബിക്ക് മുമ്പിൽ മലായിക്കത്ത് സുജൂദ് ചെയ്തത്. അതുപോലെ തന്നെ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ പ്രളയ സമയത്ത് നൂഹ് നബി അലൈഹി സ്വലാം തങ്ങളുടെ ആ പെട്ടകത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യമായിരുന്നു അതിനെ കരകയറ്റിയത്. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നമ്രൂദ് തീക്കുട്ടത്തിലേക്ക് ഇട്ടപ്പോൾ അവിടെ അനുഗ്രഹമായി വന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറായിരുന്നു. അതുപോലെ അടിമ കിണറ്റിലറിയപ്പെട്ട് അടിമയായി വിറ്റ് പിന്നെ അതിലകപ്പെട്ട യൂസുഫ് നബിയുടെ അഭയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു എന്ന് തുടങ്ങി. അതുപോലെ ഈസാ നബി അലൈഹി സ്വലാം മരിച്ചവരെ ഉയർപ്പിച്ചതും രോഗങ്ങൾ ശമിപ്പിച്ചതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് കൊണ്ടാണെന്ന് ഇങ്ങനെ ജാമി വലിയൊരു കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഗതി പറയുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ആ സൂഫികളും ഹഖീഖത്ത് മുഹമ്മദ് തങ്ങളുടെ മനസ്സിലാക്കി അതിലേക്ക് അലിയാൻ അല്ലെങ്കിൽ അതിലേക്ക് സംയോജിക്കാൻ വേണ്ടി എല്ലാ കാലത്തും ഒരു അധ്വാനം ചെയ്തതെന്ന് ആ ഒരു സംഗതിയെ കുറിച്ച് ഷിംബിൾ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ഇബ്നു അറബി തങ്ങളെ കുറിച്ചാണ്. ഇബ്നു അറബി തങ്ങളുടെ ഒരു ഫുതുഹാത്തിൽ തന്നെ അദ്ദേഹം മലയിൽ വെച്ച്, മലയില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധരായിട്ടുള്ള ആത്മാക്കളും മലായിക്കത്തുള്ള ഉന്നതരായിട്ടുള്ള മനുഷ്യരുള്ള അല്ലെങ്കിൽ ഒരു സാങ്കേതിക ടൈമാണ് മലയില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ അവിടെ വെച്ചിട്ട് ഇബ്നു അറബി തങ്ങൾക്ക് ഈ വിലായത്തിന്റെ ഫിർക്ക കൈമാറപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ അലാ കൽബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സാന്നിധ്യം എന്താകുന്നത് അതിന്റെ കൽബിൽ പതിയുകയും അത് അദ്ദേഹത്തിന്റെ ഈ മുഹമ്മദീയ അല്ലെങ്കിൽ ഹഖീഖത്ത് മുഹമ്മദിയയിലേക്കുള്ള പ്രയാണത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ഊർജമായി മാറുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇതിൽ പറയുന്നുണ്ട്. പക്ഷെ ഈ അതിൽ തന്നെ ഇബ്നു അറബി തങ്ങൾ പറയുന്നുണ്ട്, ഇബ്നു അറബി തങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കുന്നത് ഒരു അൽ ഫൈലുൽ അഖ്ദസുൽ ആല എന്ന രീതിയിലാണ് പറയുന്നത്. അതായത് ഒരുപാട് അള്ളാഹു താലയുടെ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ആ ഒരു ജിവാറുൽ ഖുദ്സിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ഫൈലും പരിപൂർണമായിട്ട് എല്ലാ അനുഗ്രഹ പ്രവാഹങ്ങളും സമ്മേളിച്ച ഒരു വ്യക്തിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖീഖത്തിലേക്കുള്ള യാത്രയിലാണ് സൂഫികൾ എന്ന ഒരു രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂഫികളുടെ ഇടയിലുള്ള അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് വാസിലാകുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ സാഹചര്യങ്ങളാകുന്ന ആളുകളുടെ ഇടയിലുള്ള ഒരു സംഗതി പരിചയപ്പെടുത്തപ്പെടുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ അതില് ഇതേ ഇബ്നു അറബി തങ്ങളുടെ ഈ ഒരു സംഗതി, അല്ലെങ്കിൽ ഇബ്നു അറബി തങ്ങൾ പറഞ്ഞ ഈ ഒരു മുഹമ്മദിയ എന്ന ആ മക്കാമിലേക്കുള്ള ആ ഒരു യാത്രയെ, അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് കൺസെപ്ഷൻ അല്ലെങ്കിൽ കൺസെപ്റ്റിനെ ഷംസുൽ തബ്രീസ് എന്ന് വിമർശിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഇബ്നു
പിന്നെ പിൽക്കാലത്ത് ഇബ്നു അറബി തങ്ങൾക്ക് വന്നിട്ടുള്ള വിമർശനങ്ങൾ നോക്കിയാൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇബ്നു അറബി തങ്ങൾ തന്നെ പറയുന്ന മറ്റൊരു ഒരു ഇശാരിയായിട്ടുള്ള ഒരു വ്യാഖ്യാനത്തിൽ പറയുന്നു, ശരി, അള്ളാഹു തആല അവന്റെ സിംഹാസനത്തിൽ എന്നുള്ള ഒരു ആയത്തിനെ ബേസ് ചെയ്തിട്ട് പറയുന്നുണ്ട്. ആ സിംഹാസനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയമായിരുന്നു. ആ ഹൃദയം നമ്മുടെ ഹൃദയത്തിലേക്ക് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അതിലുണ്ടാകുന്നതെന്ന് പിന്നീട് ഇബ്നു അറബി തങ്ങൾ പറയുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ഒരുപാട് ഡിസ്കഷനിലൂടെ കടന്നു പോയിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആണ് ഈ ലോകത്തിലേക്ക് ഈ ഒരു സൃഷ്ടിപ്പിന്റെ നിദാനം, ആദ്യമായിട്ട് സൃഷ്ടിക്കപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഗതികളെ കുറിച്ച് പറഞ്ഞിങ്ങനെ ഏകദേശം ഒരു ചാപ്റ്ററിന്റെ പകുതി മുക്കാൽ ഭാഗം അതിനുവേണ്ടി മാത്രം എന്താക്കുന്നുണ്ട്, ഷിമ്മൽ മാറ്റി വെച്ചിട്ട് പിന്നീട് ഒരു കൺക്ലൂഷനിലേക്ക് ഇങ്ങനെ പോവാണ്. അതിൽ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറായിരുന്നു ആദ്യത്തെ സൃഷ്ടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എല്ലാത്തിന്റെയും നിദാനം. എന്നിരിക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ബഷർ കൂടിയായിരുന്നു. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് സമീപിക്കാൻ പറ്റുന്ന, കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ സമീപിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. മുഹമ്മദ് ലാക്കൽ ബഷരി യാഖൂത്തുൻ ഹജറൻ ലാക്കൽ ഹജരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മനുഷ്യനാണ്, പക്ഷേ എല്ലാ മനുഷ്യരെ പോലെയല്ല. ഏതുപോലെ ചില മാണിക്യക്കല്ല് ഒരു കല്ലാണ്, പക്ഷെ എല്ലാ കല്ലുകളെ പോലെയല്ല. ഈ ഒരു സന്ദർഭത്തിൽ ഗാലിബിന്റെ ഒരു കവിത പറയുന്നുണ്ട്. ഗാലിബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഒരു രീതിയിൽ ഒരു മാണിക്യക്കല്ല് എന്ന രീതിയിൽ ഒരു കവിതയിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഈ മാണിക്യക്കല്ലിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപമിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈസ്റ്റിലുള്ള ഈ വളരെ വാമൊഴിയായിട്ട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ നാടോടി കഥകളിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ലോക്കാലിറ്റിയിലുള്ള ഒരു കോണ്ടക്സ്റ്റ് കൂടി മനസ്സിലാക്കണമെന്ന് ഷിമ്മൽ പറയുന്നുണ്ട്. കാരണം ഈ മാണിക്യക്കല്ല് സൂര്യപ്രകാശം ആണ് അതിനെ എന്താക്കുന്നത്, അതിനെ രത്നക്കല്ലാക്കി മാറ്റുന്നത്. അതെന്താണ്, ഒരുപാട് കല്ലുകൾക്കിടയിൽ ഉണ്ടെങ്കിലും നമുക്ക് കല്ലുകൾക്കിടയിൽ നിൽക്കുന്ന ഒന്നാണ്, പക്ഷെ അതിന്റെ ഒരു ലാവണ്യത്തിലേക്ക് എത്തുന്നത് എപ്പോഴാണ്, ഇത് സൂര്യപ്രകാശം ഏൽക്കുന്ന പോലെയാണ്, വളരെ സട്ടിലായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇതേപോലെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന സമയത്ത് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹഖീഖത്ത് മുഹമ്മദിയിലേക്കാണ് എല്ലാ സൂഫികളുടെയും എല്ലാ മനുഷ്യരുടെയും യാത്ര. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. അതേസമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ബഷറായിരുന്നു. ബഷറായിരുന്നു എന്ന ഒരു അർത്ഥത്തിലേക്കാണ് ഷിമ്മൽ ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് പറയുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലൗലാക്ക എന്ന ഒരു അതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ഇത് വന്നു നമ്മൾ നേരത്തെ ചർച്ച ചെയ്തല്ലോ. അപ്പൊ അതില് പ്രധാനപ്പെട്ട ഒരു കാവ്യശകലുണ്ട്. അതില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് ഈ കാണുന്ന എല്ലാ പ്രപഞ്ചത്തിന്റെയും അടിസ്ഥാനമായിട്ട് വരുന്നതെന്ന് ജാമി തന്നെ ഉദ്ധരിക്കുന്ന ഒരു അതിൽ പറയുന്നുണ്ട്, ഈ 7 ആകാശങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 7 അവയവങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. 1-ാം ആകാശം അണ്ണാക്കിൽ നിന്ന്, 2-ാം ആകാശം നെറ്റിത്തടത്തിനുമേൽ, 3-ാം ആകാശം നാസാദ്വാരങ്ങൾക്കുള്ളിൽ, 4-ാം ആകാശം മേൽചുണ്ടിൽ നിന്ന് തുടങ്ങിയിട്ട് അങ്ങനെ തുടങ്ങി ഏഴാമത്തത് നെഞ്ചിനകത്തെന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ് ഈ പ്രപഞ്ച സൃഷ്ടിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യമാകുന്നു പറയുന്നത്. അതോടൊപ്പം തന്നെ വേറൊരു കവിതയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഹിന്ദുസ്ഥാനി കവിതയിൽ ഷേഖ് ചാന്ദിന്റെ കവിതയാണ്. അതിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നാണ് മലക്കുകൾ പോലും സൃഷ്ടിക്കപ്പെട്ടത്. ഇസ്രാഫിൽ സൃഷ്ടിക്കപ്പെട്ട റസൂൽ തങ്ങളുടെ മൂക്കിൽ നിന്നാണ്. അസ്രായിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാതിൽ നിന്ന്, ജിബ്രീൽ അലൈഹിസ്സലാം വായിൽ നിന്നാണ് തുടങ്ങിയിട്ട് എല്ലാ ആളുകളും, എല്ലാ മലായിക്കത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ഇതിൽ നിന്നാണ്, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ആ ദാത്തിൽ നിന്നാണ്, ആ നൂറിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഏഹ്, ഏഹ്, നം ഏഹ്, ഏഹ്, മനുഷ്യന്റെ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ എല്ലാ അള്ളാഹുവിന്റെ എല്ലാ തജല്ലിയാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന എല്ലാത്തിന്റെയും അടിസ്ഥാനമായിട്ടുള്ള ഒരു നൂറായിട്ട് നിലനിൽക്കുന്നു റസൂൽ. അങ്ങനെ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ബഷറായിരിക്കുമ്പോൾ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രത്തോളം ആധ്യാത്മിക കൊണ്ട് ഗാംഭീര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഗുണഗണങ്ങളും ഒത്തുചേർന്നുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ ബൂസരി നമുക്ക് പറഞ്ഞ പോലെ ഫമബലഗുൽ ഇൽമി അന്നഹു ബഷർ എന്നുള്ള ഒരു സംഗതി ഉണ്ട്. അതിലേക്കാണ് ഷിമ്മൽ ഇതിന്റെ ഈ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ള എല്ലാ അർത്ഥത്തിലും പരിപൂർണനായിട്ടുള്ള എല്ലാത്തിന്റെയും നിദാനമായിട്ടുള്ള ഒരു വ്യക്തിയായി നിലനിൽക്കുമ്പോൾ തന്നെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് ഒരു ബഷറാണ്, അല്ലെങ്കിൽ ഞങ്ങളൊരു അങ്ങനെ ഒരു കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മേളിച്ച അതുല്യനായൊരു വ്യക്തിയായിരുന്നു. അതാണ് ഈ നൂറിന്റെ ഏറ്റവും എന്താ പറയാ ഒരു അടിസ്ഥാനമായിട്ടുള്ള രഹസ്യം എന്ന രീതിയിൽ ആണ് ഷിമ്മൽ ഈ ഒരു ചാപ്റ്ററിനെ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിനെ മനസ്സിലാക്കാൻ അതിനെ കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ചാപ്റ്റർ വായിക്കുന്ന സമയത്ത് ഒരുപാട് എന്താ പറയാ അതിനെ ചെയ്യുന്ന രൂപത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇതിൽ ഒരുപാട് ഇസ്തിലാഹത്തുകൾ ഏതർത്ഥത്തിൽ നമുക്ക് പറയണം എന്നുള്ള ഒരു ആശങ്ക കൺവേ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ആ ലെവലിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ ഈ ചാപ്റ്ററിനെ വായിക്കുകയും അതിനെ ആ രീതിയിൽ പ്രസന്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.